ആഗ്രഹങ്ങള്, ഇച്ഛകള്, ആഗ്രഹങ്ങള്, കാമനകള് എല്ലാം ഉണ്ടാവും. അപ്പോ കാമനകൾ, ആഗ്രഹങ്ങൾ, ഇച്ഛാശക്തി ഉള്ള സ്ഥലത്താണ് സൃഷ്ടി നടക്കുക. ശൂന്യമായടത്ത് സൃഷ്ടി നടത്താൻ സാധിക്കില്ല. അപ്പോ ഇച്ഛാശക്തിയോട് കൂടി കുറച്ചു കാലം പ്രവർത്തിച്ചതിന് ശേഷം സ്കന്ദമാതാവായിട്ട് തീരുകയാണ് ചെയ്യുന്നത്. കുറച്ചു കാലമുണ്ട്. അപ്പോ ഈ കുറച്ചു കാലം എന്ന് പറയുന്നത് ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയാണ്. അഗമ്യമായിട്ടുള്ള ഇച്ഛാശക്തിയിൽ നിന്ന് വേണം അടുത്തൊരു സൃഷ്ടി ഉണ്ടാകാൻ, അതല്ലെങ്കിൽ അടുത്ത ഒരു നേട്ടം ഉണ്ടാക്കുവാനായിട്ട്. അപ്പോഴാണ് ഏറ്റവും യോഗ്യമായിട്ടുള്ള സൃഷ്ടി നടക്കുന്നത്. അബദ്ധത്തിൽ സംഭവിച്ച സൃഷ്ടികൾ അത് അതിനേക്കാൾ വലിയൊരു അബദ്ധമായി മാറിയെന്ന് വരാം. കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയിട്ട് ഇന്ന രീതിയിലൊക്കെ വേണം ഒരു സംഗതി. അതിപ്പോ ഒരു സ്ഥാപനം നിർമ്മിക്കുന്നതായാലും ഒരു സ്ഥാപനം തുടങ്ങുന്നതായാലും ശരി, കൃത്യമായിട്ടുള്ള അടുക്കും ചിട്ടയോടും കൂടി ഇന്ന വർഷം ആരംഭിക്കാം, അല്ലെങ്കിൽ ഇന്ന ദിവസം ഞാൻ ആരംഭിക്കും, അടുത്ത മാസം ഞാൻ ഇന്നത് ചെയ്യും, അടുത്ത വർഷത്തേക്ക് എനിക്ക് ഇന്ന നേട്ടം ഉണ്ടാക്കണം, കൃത്യമായിട്ടുള്ള കണക്കിൽ കൂടി പോകുന്നതാണ് എങ്കിൽ ലക്ഷ്യത്തിലേക്ക് എത്താൻ എളുപ്പമുണ്ട്. അല്ലേ? അതേപോലെ തന്നെയാണ് അതൊരു കുട്ടിയെ ജനിപ്പിക്കുന്നതായാലും ശരി. എങ്ങനെയുള്ളവനായിരിക്കണം എൻ്റെ കുഞ്ഞ്, അല്ലെങ്കിൽ എൻ്റെ മകൾ എങ്ങനെ ആകണം, എന്തെല്ലാം സ്വഭാവ ഗുണങ്ങൾ ഉണ്ടാകണം, എന്തെല്ലാം ജീവിത നേട്ടങ്ങൾ ഉണ്ടാകണം, കാഴ്ചക്ക് എങ്ങനെയായിരിക്കണം, അതുപോലും നമുക്ക് സാധിക്കും എന്നുള്ളത് സംശയമില്ലാട്ടോ. അല്ല, അതിനുവേണ്ടിയാണല്ലോ മുൻപ് ഈ പറയുന്ന മുഹൂർത്തങ്ങളെല്ലാം ഫിക്സ് ചെയ്യുന്നത്. ആ മുഹൂർത്തത്തിൽ പോകുന്ന സമയത്ത് കുട്ടിയുടെ ബുദ്ധിശക്തി ഉൾപ്പെടെ കാഴ്ചയിൽ രൂപങ്ങളെല്ലാം പക്ഷെ ആ ഒരു സമ്പ്രദായം ഫോളോ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ആ ഒരു സമയത്തിലേക്ക് കാത്തിരിക്കുക, ആ സൃഷ്ടിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതിനാണ് നമ്മള് ജ്യോതിഷത്തിലെ സേക മുഹൂർത്തം എന്ന് പറയുന്നത്. നമ്മൾ മുന്നേ സംസാരിച്ചിട്ടുണ്ട് തോന്നുന്നു അല്ലെ? അപ്പോ അത് തന്നെ. അപ്പോ ഇവിടെ അതിന് വേണ്ടിയിട്ട് കുറച്ചു കാലം നമ്മുടെ മനസ്സും ശരീരവും ഒക്കെ ശുദ്ധമാക്കി വെച്ചതിന് ശേഷം വേണം ഈ അങ്ങനെയാണെങ്കിൽ സ്കന്ദമാതാവായിട്ട് തീരാം. സ്കന്ദൻ സുബ്രഹ്മണ്യന്റെ അമ്മയായിട്ടുള്ള ആ ജനനിയെയാണ് നമ്മൾ അന്ന് ആരാധിക്കുന്നത്. സുബ്രഹ്മണ്യൻ എന്ന് പറയുമ്പോൾ ഇവിടെ സുബ്രഹ്മണ്യനും കൂടി പ്രാധാന്യമുണ്ട്, മുരുകനും കൂടി വലിയ പ്രാധാന്യമുണ്ട്. പിന്നെ ദേവസേനാധിപനാണ് അല്ലെ? ദേവന്മാരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ജനിച്ചവനാണ്. അപ്പൊ ദേവന്മാരെ കൊണ്ട് പോലും സാധിക്കാത്ത കുറെ സംഗതികള് സാധിച്ചെടുക്കുവാനായിട്ടാണ് ഈ കുമാരന്റെ ഉൽപ്പത്തി ഉണ്ടാവുന്നത്. അപ്പോ അതേപോലെയുള്ള സന്താനങ്ങളെ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ അതേപോലെയുള്ള നമ്മുടെ ജീവിതത്തിന്റെ നേട്ടങ്ങളെ, അതെന്തുമാവാം, ജോലിയായിരിക്കാം, അതല്ലെങ്കിൽ സ്ഥാപനങ്ങളായിരിക്കാം, വേറെ എന്തും ആയിക്കൊള്ളട്ടെ, ഈ ഷൺമുഖനെ പോലെ എല്ലാ ഭാഗത്തേക്കും ശ്രദ്ധയുള്ളതായിട്ടുള്ള ഒരു ഞാൻ പറയാം ഒരു ഐഡിയൽ മകൻ, പുത്രൻ അല്ലെങ്കിൽ പുത്രിയെ ഒക്കെ സൃഷ്ടിക്കാൻ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡ്, ഒരു ഉദ്യോഗമായാലും ഒരു സ്ഥാപനമായി കഴിഞ്ഞാലും നമ്മുടെ വീടായി കഴിഞ്ഞാലും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണെങ്കിൽ അത് നമ്മൾ നമ്മുടെ മക്കളെ പോലെയാണ് പരിപാലിക്കുക. അതേപോലെ ജീവിതത്തിന്റെ ഇത്തരം സംഗതികൾ എന്തു തന്നെ ആയാലും അത് നേടിയെടുക്കുവാനായിട്ട് ഈ സ്കന്ദമാതൃ രൂപത്തിലുള്ള ദേവി ആരാധന നമ്മളെ അതിലേക്ക് നയിക്കും. അങ്ങനെ സ്കന്ദമാതാവായിട്ടുള്ള രൂപത്തിലാണ് ദേവിയുടെ ആ ജനനിയെ ആരാധിക്കുന്നത്. മുരുകന്റെ ഒരു രംഗപ്രവേശനം എന്ന് പറയുന്നത് തികച്ചും പ്രതീക്ഷിക്കാത്തതായിരുന്നു. നമ്മളെപ്പോഴും എല്ലാ സ്ഥലങ്ങളിലും വീരസേനാധിപനായി ദേവന്മാരെ നയിക്കുന്ന മുരുകനെ പ്രതീക്ഷിക്കാറുണ്ട്. പക്ഷെ ഈ നവരാത്രി ദിവസങ്ങളിൽ ഇങ്ങനൊരു സംഭവം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ സാധാരണ കേരള സമ്പ്രദായത്തില് ഈ 3 രൂപത്തിലുള്ള ആരാധനയാണ് നടന്നു വരുന്നത്. ദുർഗയായിട്ടും ലക്ഷ്മിയായിട്ടും പിന്നീട് ഈ സരസ്വതി രൂപത്തിലും. അപ്പൊ ഇതിനെ സ്പെസിഫൈ ചെയ്തിട്ട് അധികം അങ്ങ് പറയാറില്ല എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു ഈ പുരാണ കഥാദികളും ഇത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളും എല്ലാം അമ്മമാരിൽ നിന്ന് മക്കളിലേക്ക് അങ്ങനെയാണ് ഇത് അധികവും പോവാറ്. അമ്മമാരാണല്ലോ മക്കൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ കുറച്ച്, അതായത് വളരെ പഴയ കാലങ്ങളിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, പുരുഷനൊപ്പമോ അതിനു മുകളിലോ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മുടെ ഇത്തരം സംഗതികൾക്കൊക്കെ ഒരു മൂല്യച്യുതി വന്നിട്ട് സ്ത്രീകൾക്ക് ഈ ദേവി മഹാത്മ്യം വായിക്കാൻ പാടില്ല, ലളിതാ സഹസ്രനാമം ചൊല്ലാൻ പാടില്ല, അത്തരത്തിലൊക്കെയുള്ള ചില കർശനമായിട്ടുള്ള വേണ്ടാത്ത ചില സംഗതികൾ വന്നു പെട്ടപ്പോൾ ഇതിനെ ഇങ്ങനെ വേർതിരിച്ച് അമ്മമാർക്ക് വിദ്യാഭ്യാസം ഉണ്ടായാൽ, അമ്മമാർക്ക് അറിവുണ്ടായാൽ, അമ്മമാർക്ക് വിവേചന ബുദ്ധി ഉണ്ടായാൽ അപ്പോഴാണ് മക്കൾക്ക് ഇതെല്ലാം പകർന്നു കൊടുക്കാൻ സാധിക്കുക. അച്ഛനുണ്ടായ പോരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവർക്ക് വേറെ വീടിനകത്തല്ലാതെ വീടിന്റെ പുറത്തേക്കുള്ള ശ്രദ്ധ കൂടുതൽ വേണം.
അവർക്ക്. പുരുഷനിൽ അത് നമ്മള് പുരുഷാധിഷ്ഠിതമായ ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിലുണ്ട്, കുടുംബത്തിലുമുണ്ട്. മക്കളിലേക്ക്, മക്കളുടെ ആന്തരികമായ അതിലേക്ക് കടന്നു ചെല്ലാനായിട്ട് അച്ഛനേക്കാൾ അമ്മമാർക്കാണ് സാധിക്കുക എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇടയ്ക്ക് എപ്പോഴോ നമ്മുടെ അമ്മമാർക്ക് ഈ ദേവി മഹാത്മ്യം പോലെയുള്ളത് അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമം പോലെയുള്ളത് കൈമോശം വന്നുപോയി. കൈമോശം എന്നതിനേക്കാളും അപ്പുറം ഇവിടെ പല തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് പലരും പ്രചരിപ്പിച്ചതാണോ അല്ലെങ്കിൽ പല രീതിയിലുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണോ എന്നറിയില്ല. അതായത് ചില ഗ്രന്ഥങ്ങൾ വായിക്കാൻ പാടില്ല, വായിച്ചാൽ ദോഷങ്ങൾ കിട്ടും. ലളിതാ സഹസ്രനാമങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഏത് സമയത്തും വായിക്കാൻ പറ്റുന്ന ഏറ്റവും ശുദ്ധമായ ഒരു എന്താ പറയുക പവർഫുൾ ആയിട്ടുള്ള. അതെ അതെ. എന്റെ ചെറുപ്പകാലത്ത്, അതായത് ഞാൻ ഏകദേശം ഒരു സംസ്കൃതം പഠിച്ചു തുടങ്ങിയ സമയത്തൊക്കെയാണ് ഞാൻ വായിച്ചു തുടങ്ങിയത്. ആ സമയത്ത് പോലും, അതിപ്പോ ഒരുപാട് വർഷങ്ങളൊന്നും ആയിട്ടില്ല, ഒരു കാൽനൂറ്റാണ്ട് അത്രയ്ക്കൊക്കെ ആയിട്ടില്ല, കാൽനൂറ്റാണ്ടല്ല, കുറച്ചും കൂടി ആയി എന്നേ, ഒരു 10-30 വർഷത്തിന്റെ മുന്നേ ആയിട്ട്. അപ്പോഴും ഉണ്ടായിരുന്നു, അയ്യോ ഇതൊക്കെ വായിക്കാമോ, ദേവി മഹാത്മ്യം വായിക്കാമോ? കാരണം ഞാനിത് വായിച്ചിട്ട് പിന്നെ നമ്മുടെ ഇതിങ്ങനെ വായിച്ചിട്ട് ചിലപ്പം വരാന്തയിലൊക്കെ ആയിരിക്കും ഇത് വെച്ചിട്ടുണ്ടാവും, അങ്ങനെ വെക്കാൻ പാടില്ല, അതിനെനിക്ക് കിട്ടിയതാണ് കേട്ടോ. അത് അന്നത്ര അറിയില്ല, അറിവ് കുറച്ച് കുറവാണ്, നമുക്കിതൊക്കെ വേണമെന്ന ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ ഇങ്ങനെ വന്നു പോകുന്ന പിന്നെ അടുത്ത വീടുകളിലുള്ള ആളുകൾ വരുമ്പോ കാണുമ്പോ, അയ്യോ ഇതാരാ, ഇത് ഈ കുട്ടിയാണോ ഇത് വായിക്കുന്നത്? കാരണം ഇവളിത്തിരി ഒരു പ്രത്യേകത ഉള്ളതാണ് എന്നുള്ള ഒരു ധാരണ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ ആ കാലത്തും കൂടി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പക്ഷെ ഞാൻ പറയാ, അമ്മമാരിത് അറിഞ്ഞിരിക്കണം, അപ്പോഴാണ് മക്കളിലേക്ക് ഇത് എത്തിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിടയ്ക്ക് വെച്ച് കൈമോശം വന്നപ്പോഴാണ് ഇങ്ങനെ ഈ ദേവീ ഭാവങ്ങൾ, ഈ 9 ഭാവങ്ങളിലാണ് ഈ നവരാത്രി കാലത്തെ ദേവി ആരാധനാ സമ്പ്രദായം എന്നുള്ളത് നമ്മള് പിന്നീട് മറവിയിലേക്ക് പോയത് എന്നുള്ളത് കൊണ്ടും കൂടിയാണ് ഇതിനെ പറ്റിയിട്ട് വലിയ ധാരണയില്ലാതെ. എന്തായാലും സ്കന്ദമാതാവായി, സ്കന്ദൻ മുരുകൻ ഉണ്ടായി. പിന്നീട് അടുത്ത ദിവസം നമ്മൾ കാത്യായനി ഭാവത്തിലാണ് ആരാധിക്കുന്നത്. അപ്പോ അത് കാത്യായനി എന്ന് പറയുന്ന ഒരു ഋഷിക്ക് ഒരു മകൾ വേണമെന്നുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹം ഉണ്ടാവുകയും ആ ആഗ്രഹ സാഫല്യത്തിനായിട്ട് പരാശക്തി കാത്തിന്റെ മകളായിട്ട് ജനിക്കുകയും ചെയ്തു എന്നൊരു കഥയുണ്ട്. അപ്പോ ഈ കാത്യായനി ഭാവത്തിലാണ് പിന്നീട് അസുര നിഗ്രഹമൊക്കെ നടത്തുന്നുണ്ട്. ഈ ഇങ്ങോട്ട് വരുമ്പോ, ഇനി അങ്ങോട്ട് വരുമ്പോഴത്തേക്കും എല്ലാ ഭാവത്തിലും അസുര നിഗ്രഹം നടത്തുന്നുണ്ട്. ആദ്യമൊക്കെ ആയിരുന്നു വളരെ ശാന്തമായിട്ടുണ്ടായിരുന്നത്. അപ്പോ ഈ കാത്യായനി ഭാവത്തിലാണ് ഈ സ്കന്ദമാതാവ് കഴിഞ്ഞ പിന്നെ കാത്യായനിയാണ്. ഷഷ്ടം കാത്യായനി, 6ാമത്തെ ദിവസം കാത്യായനി ഭാവത്തിലുള്ള ആരാധനയാണ്. ഇപ്പം സ്ത്രീ സന്താനങ്ങളെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നല്ലോണം മനസ്സിൽ വെച്ച് പ്രാർത്ഥിക്കാം. നല്ല ഭഗവതി തന്നെ മകളായി വരുന്ന രീതിയിൽ, അതേപോലെ തന്നെ നല്ല ശക്തിയുള്ള പവർഫുൾ ആയിട്ടുള്ള മകളെയൊക്കെ സിദ്ധിക്കാം. നമുക്കും നമ്മുടെ ഉള്ളിലുമുണ്ട് ഓരോ കുട്ടി. ഓരോ പുതിയ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോഴും, പുതിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും, പുതിയതിലേക്ക് ഏർപ്പെടുമ്പോഴും ഒക്കെ നമ്മളും ഒരു മകൾ അല്ലെങ്കിൽ ഒരു പുത്രി അല്ലെങ്കിൽ ഒരു പുത്രൻ തന്നെയാണ്. അപ്പോൾ നമ്മുടെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളെയും മാറ്റിയിട്ട് യോഗ്യനായിട്ട് മാറാനായിട്ട് കാത്യായനിയെ ഉപാസിക്കുന്ന നല്ലതാണത്. നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാക് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏത് തരം ജ്യോതിഷപരമായ, പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടന്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതിലുപരി ജ്യോതിഷപരമായ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല. താങ്ക് യു.